വിശ്വാസക്കപ്പലിൽ കാറ്റുകളടിച്ചാൽ, തിരകളാൽ അലഞ്ഞാൽ, നാശത്തിൻ പാറമേൽ തട്ടിയിട്ടുടയാ യേശുവൻ പ്രിയനെ കാണുമേ ഞാൻ, കാണുമേ ഞാൻ. സ്വർഗ്ഗസിയോൻ പുരി അവിടെ എത്തി, യേശുവൻ പ്രിയനെ കാണുമേ ഞാൻ, കാണുമേ ഞാൻ, കാണുമേ ഞാൻ, കാണുമേ ഞാൻ, കാണുമേ ഞാൻ. സ്വർഗ്ഗസിയോൻ പുരി അവിടെ എത്തി, യേശുവൻ പ്രിയനെ കാണുമേ ഞാൻ. ഇനിമേൽ എനിക്കില്ലോർ ഭയം, ഇനിമേൽ എനിക്കില്ലോർ ഭയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ല പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. അതെ, ഇനിമേൽ എനിക്ക് ഭയമില്ല. വിശ്വാസക്കപ്പലിൽ, വിശ്വാസമാകുന്ന കപ്പലിൽ, ക്രിസ്ത്യ ജീവിതം ഒരു കപ്പൽ യാത്രയാണല്ലോ. ഒരു സമുദ്രത്തിലൂടെയുള്ള, ലോകമാകുന്ന സമുദ്രത്തിലൂടെയുള്ള ഒരു യാത്ര, കപ്പലിലൂടെ, പടകിലൂടെ ഉള്ള ഒരു യാത്ര. അനേക പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കാം, തിരമാലകൾ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷേ നാശത്തിൻ്റെ പാതയിൽ, നാശമാകുന്ന പാറയിൽ തട്ടി ഉടഞ്ഞു പോകാതെ യേശുവാകുന്ന പ്രിയൻ്റെ സംരക്ഷണത്തിൽ ഞാൻ സ്വർഗ്ഗസിയോൻ പുരിയിൽ എത്തിച്ചേരുവാനിടയാകും എന്നുള്ള മനോഹരമായ ഒരു പഴയ ഗാനമാണ് കർത്താവിൻ്റെ മക്കൾ സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രയിൽ പ്രതികൂലങ്ങളെ അതിജീവിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ മുൻപോട്ട് പോകുന്ന നല്ല അനുഭവമാണ് പാട്ടുകാരൻ വിവരിച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വീണ്ടും വന്ദനങ്ങളെ അറിയിക്കുന്നു. യോപ്പയിലെ പേടമാൻ എന്നർത്ഥമുള്ള ദബീദ എന്ന് പേരുള്ള ഒരു ശിഷ്യ, അവൾ വളരെ സൽക്കർമ്മങ്ങളും ധർമ്മങ്ങളും ചെയ്തു പോന്നവരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. 1-ാം നൂറ്റാണ്ടിൽ സഭകളെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നത് അവരെല്ലാം പൊതുവായി കരുതി അവർ സഹോദരന്മാരും സഹോദരിമാരും സകലതും സമ്പത്തും ആരോഗ്യവും സമയവും കൊണ്ട് കർത്തൃവേലയിൽ മുൻപന്തിയിലായിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സുവിശേഷം വ്യാപരിച്ച കൂട്ടത്തിൽ തബീദ പാർക്കുന്ന കൊച്ചു ഗ്രാമത്തിലും സുവിശേഷം എത്തിച്ചേരുവാനിടയായി. അവൾ സൽക്കർമ്മങ്ങളും ധർമ്മങ്ങളും ചെയ്ത് കർത്താവിനെ പ്രസാദിപ്പിച്ചു. തന്നാലാവോളം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. സൽക്കർമ്മങ്ങളും ധർമ്മങ്ങളും ഒക്കെ ചെയ്ത് കർത്താവിനെ കണ്ടുമുട്ടുവാൻ കഴിയുകയില്ല. തബീദ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടല്ല അവൾ കർത്താവിനെ കണ്ടുമുട്ടിയത്. അവൾ കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് നല്ല പ്രവൃത്തികൾ ചെയ്തത്. അവൾ രക്ഷിതാവിൻ്റെ കയ്യിലെ ഒരു പുതിയ സൃഷ്ടിയായി വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ മാത്രമാണ് സൽപ്രവൃത്തി ചെയ്യുവാൻ അവൾ ഉത്സാഹമുള്ളവളായി തീർന്നത്. വീണ്ടും ജന്മം പ്രാപിച്ചവരെ ദൈവമക്കൾ സൽപ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്തിലെ ദൈവം അതിന് പ്രതിഫലം നൽകും. എന്നാൽ രക്ഷിക്കപ്പെടാതെ സൽപ്രവൃത്തി ചെയ്താൽ ദൈവസന്നിധിയിൽ അതിന് യാതൊരു വിലയും ഉണ്ടാകുകയില്ല.
രക്ഷിക്കപ്പെട്ടവരെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ എഫെസ്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നാം അത് കാണുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. നാം ചെയ്തു പോരേണ്ടതിന് കർത്താവ് അത് മുന്നമേ ഒരുക്കിയിരിക്കുന്നു. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം കാണാം. ദൈവത്തിന് സ്തോത്രം. അതെ, യോപ്പയിലെ പേടമാൻ തബീത, അവൾ വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിച്ചു പോന്നവളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ എങ്ങും പ്രസംഗിച്ചുകൊണ്ട് നടന്നില്ല. വിശ്വാസം അവൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച്, പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിച്ചതിനെക്കുറിച്ച്, സൽക്കർമ്മങ്ങളെക്കുറിച്ച് അവളെങ്ങും പ്രസംഗിച്ച് നടന്നില്ല. അവൾ അതിനുവേണ്ടി ഒരു ക്രൂസൈഡും നടത്തിയില്ല. തൻ്റെ ജീവിതത്തിലെ സകല ശുശ്രൂഷകളും കൊണ്ട് താൻ ദൈവത്തിന് ആത്മാക്കളെ നേടിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. അത് പത്രോസിൻ്റെ മുമ്പിൽ സഹോദരിമാർ കരയുന്ന ആ കരച്ചിൽ, ആ കണ്ണുനീരിൻ്റെ വലിപ്പം കാണുമ്പോൾ അറിയാം. ദേശത്തിൻ്റെ മുഴുവൻ കണ്ണിലുണ്ണിയായി തങ്ങളെ അവർ സേവിച്ചു തബീത എന്ന് കരഞ്ഞുകൊണ്ട് അവൾ ഉണ്ടാക്കിത്തന്ന നല്ല വസ്ത്രങ്ങൾ അത് അപ്പോസ്തലനെ കാണിച്ച് അവർ കരയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് തബീത വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ വരുത്തിയവളായിരുന്നു. രണ്ടാമത് തബീത മറ്റുള്ളവരെ സ്നേഹിക്കുന്നവളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ടവളായിരുന്നു. ആശയറ്റവരെ താങ്ങുന്ന മനസ്സിലുള്ള ഹൃദയമായിരുന്നു തബീതയ്ക്ക്. കടലിൻ്റെ മക്കളെ സ്നേഹിക്കുന്നവളായിരുന്നു. കടൽക്കരയിൽ താമസിക്കുന്ന മിക്ക ഭവനങ്ങളും സാധുഭവനങ്ങളാണ്. പലരും വിധവമാരാണ്. ഭർത്താക്കന്മാർ കടലമ്മ, കടലിന് ഇരയായവരാണ്. കടൽക്ഷോഭത്തിൻ്റെ ഇരയായി തീർന്നിട്ടുണ്ട് അനേക ഭവനങ്ങളും. പല ഭവനങ്ങളും പുരുഷന്മാരില്ലാത്ത ഭവനങ്ങളാണ്. കാരണം പുരുഷന്മാർ മുഴുവനും വള്ളത്തിൽ പോയി പല ഭവനങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രകൃതി ക്ഷോഭത്തിൽ, കടൽക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടു പോയി പല ഭവനങ്ങളും, അനാഥ ഭവനങ്ങൾ. അങ്ങനെയുള്ള ഭവനങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ അവർക്കൊരു അത്താണിയായിട്ട് തബീത ആ കാലഘട്ടത്തിൽ എല്ലാവരുടെയും മനസ്സ് കവർന്നിരുന്നു. ആ ഭവനങ്ങളിലെ വിധവമാരെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവവഴിഞ്ഞ് സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിരുന്നു തബീത. തൻ്റെ വിലയേറിയ മണിക്കൂറുകൾ തങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൊടും തണുപ്പിൽ കഷ്ടപ്പെടുന്ന സാധുക്കൾക്ക്, നിരാലംബരായവർക്ക് വസ്ത്രം നൂൽക്കുന്നതിന് അവൾ വിനിയോഗിച്ചു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന് 30-ാം വാക്യം അത് വെളിവാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവളിൽ വളരെ സ്നേഹവും ആർദ്രതയും നമുക്ക് കാണുവാൻ കഴിയും. വിധവമാർ അവൾ തുന്നിയ ഉടുപ്പുകൾ കാണിച്ചുകൊണ്ട് കരയുന്നു. അവൾ സമശിഷ്ടങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല ചെയ്തത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെന്ന് തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കൊടുത്തു. ഇന്ന് പലരും സ്നേഹത്തെ ഉപദേശത്തിൽ ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കുന്നു. ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാലും വിദ്വേഷത്തോടെ പലരും പൊരുതുന്നു. തബീത തന്നെ സ്നേഹിച്ച കർത്താവിനെ നിസ്വാർത്ഥമായി തന്നെ തൻ്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കി. അവിടെയുള്ള വിധവകൾക്കും അവരുടെ മക്കൾക്കുമായി താൻ ദിവസത്തിൽ അനേക മണിക്കൂറുകൾ തുണി വെട്ടലിലും തുണി തുന്നുന്നതിലും ചെലവഴിച്ചു. ഇന്ന് നാം നമ്മുടെ കൂട്ടുവിശ്വാസികളിൽ ആവശ്യത്തിലിരിക്കുന്നവർ, രോഗികൾ, ദുഃഖിതർ എന്നിവരെ ഒന്ന് സന്ദർശിക്കുവാനെങ്കിലും, ഒരു ചെറിയ കൈത്താങ്ങൽ നൽകുവാനെങ്കിലും മനസ്സിലുള്ളവരാണോ? ഒരുക്കമുള്ളവരാണോ? ഈ ചെറിയവരിലൊരുത്തന്നെ ചെയ്തൊക്കെയും നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കും. കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ പോലും കർത്താവ്
മറ്റുള്ളവരെ കരുതുന്നവരായിരുന്നു. തൻ്റെ ക്രൂശിൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്നവരെ കർത്താവ് ശ്രദ്ധിച്ചിരുന്നു. അതിവേദനയാൽ ക്രൂശിൽ പിടയുമ്പോഴും തൻ്റെ ക്രൂശിൻ്റെ താഴെ നിന്ന് വിലപിക്കുന്നവരെ കർത്താവ് ശ്രദ്ധിച്ചിരുന്നു. അവരോട് കരുണ കാണിച്ചിരുന്നു. അവരുടെ തലമുറയെ ഓർത്ത് കരഞ്ഞിരുന്നു, വിലപിച്ചിരുന്നു. സ്ത്രീയെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. കണ്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി വിലപിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കർത്താവ് ഏത് സാഹചര്യത്തിലാണ്? കാൽവരി ക്രൂശിൽ അതിവേദനയിലായിരിക്കുമ്പോൾ തനിക്ക് ജന്മം തന്ന, തന്നെ 30 വർഷം തന്നെ 10 മാസം ചുമന്ന് നടന്ന് പ്രസവിച്ച തൻ്റെ മാതാവായ, തൻ്റെ അമ്മയായ മറിയയെ തൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. ഒരു മകൻ എന്നുള്ള നിലയിൽ താൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ കാൽവരി ക്രൂശിൽ താൻ ചെയ്തു തീർത്തു. സർവ്വലോകത്തിനും വേണ്ടിയുള്ളതെല്ലാം വ്യക്തിപരമായും കുടുംബങ്ങളായും തൻ്റെ ക്രൂശിനോട് ചേർന്ന് കിടക്കുന്നവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. എന്തൊരു കരുതലാണ് കർത്താവിന് ഈ അതിവേദന എടുക്കുന്ന സന്ദർഭത്തിൽ. എന്നാൽ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനത്തിന് ഇവിടെ സ്വാതന്ത്ര്യമായി ജീവിക്കുവാൻ കഴിയുന്നു. എത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ കഴിയും. നമ്മുടെ ജീവൻ്റെ ആധാരം കാൽവരി ക്രൂശിലെ രക്തമാണെന്ന് നാം പറയും, അവകാശപ്പെടും. എന്നാൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ജീവൻ തന്ന കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? അത് നാം ചിന്തിക്കുമ്പോഴാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ വിവരിച്ചിരിക്കുന്ന തബീതയുടെ കാര്യം നാം എടുത്തെടുത്ത് പ്രസ്താവിക്കുന്നത്. ദൈവമക്കളെ, നാം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം, നാം പ്രാപിച്ചിരിക്കുന്ന രക്ഷ കൃപയാലാണെങ്കിലും അത് നാം പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതാണ്, നാം ചെയ്തു പോരേണ്ടതാണ്. അതിനുവേണ്ടി കർത്താവ് ഒരിക്കലായി അത് അനുവർത്തിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് നാം നോക്കിയാൽ തബീത പ്രത്യാശയുള്ളവളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് തബീത വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ വരുത്തിയവളായിരുന്നു. രണ്ടാമത് തബീതയുടെ സ്നേഹം അദമ്യമായ സ്നേഹമായിരുന്നു. മൂന്നാമത് തബീത പ്രത്യാശയുള്ളവളായിരുന്നു. യോപ്പയിലെ തബീത ദീനം പിടിച്ചു മരിച്ചു. അവളെ യഹൂദന്മാരുടെ മര്യാദ പ്രകാരം കുളിപ്പിച്ച് മാളിക മുറിയിൽ കിടത്തി. മണിക്കൂറുകൾ തുന്നലിന് ചിലവഴിച്ച അതേ മുറിയിൽ തബീത ഇതാ ചേതനയേറ്റ ശരീരവുമായി കിടക്കുന്നു. അവിടെ ഇരുന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവൾ സാധുക്കൾക്ക് വേണ്ടി തുന്നൽ നടത്തിയിരുന്നത്. മറ്റുള്ളവരുടെ കുളിർ മാറുവാൻ വസ്ത്രം തുന്നിയിരുന്നത് അവിടെ തന്നെയാണ്. ഇപ്പോൾ ഇതാ അവൾ മരിച്ചു, ചേതനയേറ്റ് കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിധവമാർ പറയുന്നത് അവൾ അവരുടെ ജീവിതത്തിലെ എല്ലാമായിരുന്നു. വിധവമാർ കരയുന്നു. അവർക്ക് ജീവിതത്തിനാവശ്യമായ വസ്ത്രം നൽകിയതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ചെയ്യുവാൻ മറന്നില്ല. അതെന്താണ്? അതെ, തബീത വസ്ത്രം തുന്നി നൽകുമ്പോഴും
ആ ഓരോ തുന്നലിൻ്റെ ഊടും പാവും നെയ്യുമ്പോഴും അതിലൂടെ അവളുടെ ജീവൻ്റെ ഉടമസ്ഥനായ അവളുടെ ആത്മനാഥനായ കർത്താവിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിന് ആവശ്യമായ വസ്ത്രം നൽകിയതിൻ്റെ കൂടെ ആത്മീയ വസ്ത്രവും അവൾ നൽകുവാൻ മറന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്താണ്? അവൾ ഓരോ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോഴും അവൾ അതിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുത്തു. ആളുകൾ ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? കടലമ്മയുടെ ഇരയായ വിധവമാരുടെ ഈ ഭവനങ്ങളിൽ നീ ഇത്രയധികം സ്നേഹം വാരിക്കോരി ചൊരിയുന്നത് എന്താണ് ദബീദേ എന്നവർ ചോദിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. ഉടനെ അവൾ പറഞ്ഞു കാണും, സുഹൃത്തെ, ഞാനിങ്ങനെ ചെയ്യുവാൻ കാര്യം എനിക്ക് വേണ്ടി ചങ്കിലെ ചോര ഊറ്റിത്തന്ന് എൻ്റെ ജീവൻ്റെ ജീവനായ കർത്താവ് മുഖാന്തരമാണ്. അവൻ എനിക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോൾ, അവൻ എനിക്ക് വേണ്ടി രക്തം ചിന്തിയത് ഓർക്കുമ്പോൾ, സ്വന്തം തോളിൽ തലചായ്ച്ച കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോൾ ഞാൻ ഇതിലും അധികമായി പ്രവർത്തിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവൾ ആ വ്യക്തികളോട് കർത്താവിനെക്കുറിച്ച്, അവളുടെ മണവാളനെക്കുറിച്ച്, ആത്മമണവാളനെക്കുറിച്ച് വളരെ ഗൗരവമായി സംസാരിച്ച് അവിടെ അവരെ എല്ലാവരെയും കർത്താവിലേക്ക് ആദായപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പത്രോസ് ലുദ്ദയിൽ എത്തിയിട്ടുണ്ടെന്ന് അവർക്ക് അറിവ് കിട്ടിയതനുസരിച്ച് അവർ പത്രോസിനെ വിളിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരി മരിച്ചു. പേടമാൻ തബീദ മരിച്ചു. ആ ദേശത്തിൻ്റെ മുഴുവനും അനുഗ്രഹമായിരുന്ന, ആ ദേശത്തിൻ്റെ മുഴുവനും കാവൽക്കാരിയായിരുന്ന, കണ്ണിലുണ്ണിയായിരുന്ന ദബീദ ഇപ്പോൾ ഇതാ മരിച്ചു. അവളുടെ ശരീരം ചേതനേറ്റ് കിടക്കുന്നു. അപ്പോൾ പത്രോസ് ലുദ്ദയിലുണ്ടെന്ന് അവർക്ക് അറിവ് കിട്ടി. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ ദബീദയുടെ കാര്യം നാം കാണുന്നുണ്ടല്ലോ. 9-ാം അധ്യായത്തിൻ്റെ 39-ൽ നാം വായിക്കുന്നത്, പത്രോസ് എഴുന്നേറ്റ് 38-ാം വാക്യത്തിൽ ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിക്കാതെ ഞങ്ങളുടെ അടുക്കലോളം വരണമെന്ന് അപേക്ഷിക്കുവാൻ 2 ആളുകളെ അവൻ്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാരെല്ലാവരും കരഞ്ഞുകൊണ്ട് തബീദ തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവൻ്റെ ചുറ്റും നിന്നു. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന മുഴുവനും വിധവമാരാ. അവിടെ അധികവും വിധവമാരാ. അവര് കരഞ്ഞും കൊണ്ട് നിൽക്കുകയാണ്. കരയുന്നെന്ന് മാത്രമല്ല, വിധവയുടെ സൽപ്രവർത്തികൾ വിളിച്ചു പറയുവാൻ അവരുടെ കയ്യിൽ ഒരു വസ്തുവുണ്ട്. അവൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ഒരു നാളിൽ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ
ശവസംസ്കാര ചടങ്ങിൽ അനേകരും ഒത്തിരി ഭംഗി വാക്കുകൾ പറയും. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് എന്ന് പറയുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവനോടെ ഉള്ളപ്പോൾ എന്തെങ്കിലും ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആയുസ്സും ആരോഗ്യവും ഉള്ളപ്പോൾ കഴിയുന്നുണ്ടോ? ആ വിധവമാരുടെ കൈകളിൽ ഇരിക്കുന്ന ആ സാക്ഷ്യം മാത്രം മതി അവൾക്ക് ജീവൻ പകരുവാൻ. ദൈവത്തിന് സ്തോത്രം. ഒരു കണക്കിന് അവൾ മരിച്ചെങ്കിലും ഇപ്പോൾ അവൾക്ക് ജീവനുണ്ട്. കാരണം അവളുടെ കയ്യിലിരിക്കുന്ന വസ്ത്രങ്ങൾ ജീവൽ സാക്ഷികളാണ്. ആ വസ്ത്രങ്ങൾ നശിച്ചു പോകുന്നിടം വരെയും തബീതയ്ക്ക് ജീവനുണ്ട്. ആ വസ്ത്രങ്ങൾ പറയും. തബീതയുടെ അനുഭവം അവൾ പറയേണ്ട സ്ഥാനത്ത്, തബീത പറയേണ്ട സ്ഥാനത്ത്, കർത്താവിനെക്കുറിച്ച് പറയേണ്ട സ്ഥാനത്ത് തബീതയ്ക്ക് വേണ്ടി ആ വസ്ത്രങ്ങൾ പറയും. തബീത കൊടുത്ത വസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച വിധവമാർ പറയും. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം വായിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകും. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞും കൊണ്ട് തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഇപ്പോഴില്ല, ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. ദൈവപുരുഷനെ, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. ഈ വസ്ത്രങ്ങൾ കണ്ടോ? ഈ ചേതനയേറ്റ ശരീരത്തിൻ്റെ ഉടമ തബീത ജീവനോടെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തുന്നിത്തന്നതാണ്. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മക്കളെ, ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ഒരാശ്വാസമായിരിക്കാൻ, കർത്താവിനെ സേവിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കൊരാശ്വാസമായിരിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിടെ എഴുതിയിരിക്കുന്ന വിധവമാർ എല്ലാവരും കഷ്ടതയിലിരിക്കുന്നവർക്ക് തൃപ്തി വരുത്തുവാൻ, മറ്റുള്ളവർക്കൊരാശ്വാസമായിരിക്കാൻ തബീതയ്ക്ക് കഴിഞ്ഞിരുന്നു. അതെ, യോപ്പയിലെ പേടമാൻ. ദൈവത്തിന് സ്തോത്രം. പേടമാൻ, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ കാലുകളെ കലമാൻ പേടയ്ക്ക് തുല്യമാക്കുന്നു, എന്നെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു. പേടമാൻ അതിൻ്റെ കാലിന് നല്ല ശക്തിയാണ്. ഏത് പ്രതികൂലത്ത് ഏത് ദൂരവും ഓടി ശത്രുവിനെ ജയിക്കുന്നത് ഓട്ടത്തിലൂടെയാണ്. പ്രതികൂലങ്ങളെ ഓട്ടം കൊണ്ട് അതിജീവിക്കുന്ന ജീവിയാണ് പേടമാൻ. ദൈവത്തിന് സ്തോത്രം. പേടമാൻ ഓടി ഉയർന്ന സ്ഥലങ്ങളിലേക്ക് നിവരെ ഓടിപ്പോകും. ശത്രു താഴ്വാരങ്ങളിൽ നിന്ന് ശത്രുവിനെ കാണുമ്പോൾ എല്ലാ കാട്ടുമൃഗങ്ങളും താഴ്വാരങ്ങളിൽ വെള്ളം കുടിക്കാൻ വരും. അപ്പോൾ വന്യജീവികളും വരും, ദുഷ്ടജീവികൾ വരും, സിംഹം, കടുവ പോലുള്ള ജീവികൾ വരും. മാൻപേടയും അവിടെ ചെല്ലും. മാൻപേട വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ ദുഷ്ടമൃഗം ചാടി വീഴാൻ തുടങ്ങും. അപ്പോൾ അതെന്ത് ചെയ്യുമെന്നറിയാമോ? പർവ്വതത്തിലേക്ക് ഓടിക്കയറും, പാറപ്പുറത്തേക്ക് ഓടിക്കയറി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ശരീരം ഓടിക്കയറുവാൻ തക്കവണ്ണം കഴിവുള്ളതാണ്. അതിൻ്റെ കാലുകൾക്കും നരയാണികൾക്കും നല്ല ബലമാണ്. അത് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. പ്രതികൂലങ്ങളെ അതിജീവിച്ച് പോകുവാൻ, ദൈവപൈതലേ, ശത്രുവിന് നേരെ പർവ്വതങ്ങളിലേക്ക് ഓടിക്കയറുവാൻ, പാറയിലേക്ക് കയറുവാൻ, കർത്താവിലേക്ക് കയറുവാൻ തബീത, പേടമാൻ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജീവിതത്തിലും അങ്ങനെയാണോ? പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കർത്താവ് നിനക്ക് കൃപ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാൽകളെ കലമാൻ പേടയ്ക്ക് തുല്യമായി നടത്തുന്നവൻ, എന്നെ ഗിരികളിൽ നിൽക്കുമാറാക്കും,
രക്ഷയെന്ന പരിചയം നൽകിയിടുന്നു. ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, 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 ആ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും ഞാൻ, സ്തുതിക്കു യോഗ്യനാം യേശുവിനെ. കാലുകൾക്ക് നരയാണികൾക്ക് ശക്തി പകരുവാൻ, ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ മാൻപേടയ്ക്ക് കഴിയും. അതുപോലെ ദൈവപൈതലേ, അവൻ എൻ്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കുന്നു, എന്നെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു. പ്രതികൂലങ്ങളിൽ ഓടി കയറിപ്പോകുവാൻ, ക്രിസ്തുവാകുന്ന പാറയിലേക്ക് കയറിപ്പോവാൻ നിനക്ക് കഴിയട്ടെ. പേടമാൻ അതാ നമ്മളെ, തബീത അതാ നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങളെ അതിജീവിക്കാതെ പോരുകളുടെ നടുവിൽ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് ഓടിക്കയറുവാൻ നമുക്ക് കഴിയട്ടെ. തബീത, പേടമാൻ, യോപ്പയിലെ പേടമാൻ എന്നാൽ അർത്ഥമുള്ള തബീത, അവളും അതുപോലെ ആയിരുന്നു. പ്രതികൂലങ്ങളെ അതിജീവിച്ചു. ദൈവം അവൾക്ക് നൽകിയ സകല നന്മകളും അവൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കുവാനിടയായി തീർന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. നാം അത് ചെയ്തു പോരേണ്ടതിന് കർത്താവ് ഒരിക്കലായി അത് ചെയ്തു. കാൽവറി ക്രൂശിലെ യാഗം. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം ഓർക്കുമ്പോൾ, ആ കരുണ ഓർക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിപ്പാനും സേവിപ്പാനും അവരുടെ കഷ്ടതകളിൽ തൃപ്തി വരുത്തുവാനും അവരുടെ കണ്ണുനീരൊപ്പുവാനും തബീതയ്ക്ക് കഴിഞ്ഞു. നമുക്കും കഴിയട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ കർത്താവെ അവിടുന്ന് സ്നേഹിച്ചു നിൻ്റെ മക്കളാക്കി നിൻ്റെ രക്തത്തിൻ്റെ വിലയാക്കി തീർത്തതിനാൽ സ്തോത്രം. അവിടുന്ന് കാൽവറിയിൽ ചൊരിഞ്ഞ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ പ്രവൃത്തിയിലൂടെ അടിയങ്ങളുടെ വിശ്വാസം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, കഷ്ടതയിലിരിക്കുന്നവർക്ക് തൃപ്തി വരുത്തുവാൻ കർത്താവേ ഭൗതികമായ നന്മകൾ നൽകുന്നത് മാത്രമല്ല, ദാവീദ് ചെയ്തതുപോലെ ആത്മീയമായ അനുഗ്രഹവും കർത്താവിനെയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ അത് മുഖാന്തരം ഇടയാകട്ടെ. നിൻ്റെ ജനത്തെ എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളിലായിരിക്കും നിൻ്റെ മക്കൾക്ക് വിടുതലും ആശ്വാസവും കൽപ്പിക്കണമേ. എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിവിധ വിഷയങ്ങളിലായിരിക്കുന്നവർക്ക് വിടുതൽ നൽകുന്നതിനാൽ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.